ജൂലൈ മാസം 1-ാം തീയതി, അതായത് ഒരു വർഷത്തിൻ്റെ 2ാമത്തെ പകുതി ആരംഭിക്കുന്നത് ഇവിടെയാണ്. അതിൽ നിന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒത്തിരിയുണ്ട്. കാരണം ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ പകുതി കഴിഞ്ഞു. ഇനി മുതൽ 2ാമത്തെ പകുതിയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ണവും അതുപോലെ തന്നെ. അതായത് ഒന്നാമത് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നമ്മൾ പോയെങ്കിൽ അടുത്തത് അതിൻ്റെ വലിയ ഫലങ്ങൾ കൊയ്യുന്ന സമയമായിരിക്കും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യും. കഴിഞ്ഞ ആദ്യ പകുതിയിൽ നമ്മൾ കഴിഞ്ഞ ഓരോ ദിവസങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതും വിശ്വസിച്ചതും ആയ കാര്യങ്ങളുടെ മറുപടിക്ക് വേണ്ടി ദൈവം ഈ വർഷം ഒരു 2ാമത്തെ പകുതി വച്ചിരിക്കുകയാണ്. നമുക്കത് വിശ്വസിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൽ ആശ്രയിച്ച തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു സമൃദ്ധിയുടെ സീസൺ തുറക്കുകയാണ്. ഒരു സീസണിലേക്ക് നമ്മൾ കയറുകയാണ്. നമുക്കത് വിശ്വസിക്കാം. ഇന്നുവരെയും ആരും കയറാത്ത ചില ഉയർച്ചകളുടെ സീസണുകൾ, നന്മകളുടെ സീസണുകൾ, സമൃദ്ധിയുടെ സീസണുകൾ, പുരോഗതിയുടെ സീസണുകൾ നമ്മുടെ മുൻപിൽ തുറന്നു വരികയാണ്. ഇന്നുവരെയും ഒരു മറുപടി കണ്ടില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ, നിങ്ങൾ മറുപടികൾ മാത്രം കാണുന്ന ഒരു സീസണായി ഈ സീസണെ വിശ്വസിക്കുക. ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാൾ ലജ്ജിച്ചു പോയില്ല. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണാൻ യേശു നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം. ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ, ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ, ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കും
ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം മരുഭൂമിയിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ മരുഭൂമിയിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ ഇവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം നന്ദിയപ്പാ പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം. കഴിഞ്ഞ ദിവസങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം പൂർത്തിയാക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് 3-ാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങുന്നത് നിക്കോദിമോസിൻ്റെ ചരിത്രത്തിലൂടെയാണ്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. നിക്കോദിമോസ് ആ കാലഘട്ടത്തിലുള്ള ഒരു വലിയ പ്രമാണിയായിരുന്നു, പള്ളിപ്രമാണിയായിരുന്നു, വലിയ ഉപദേഷ്ടാവായിരുന്നു. ദൈവവചനം നന്നായിട്ട് അറിയാം. എന്നാൽ ദൈവവചനം ഇത്രയും അറിയാവുന്ന ഉപദേഷ്ടാവായിട്ടും അദ്ദേഹം മറ്റൊരു ഉപദേഷ്ടാവിൻ്റെ അടുക്കൽ വരികയാണ്. പരസ്യമായി വന്നാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് രഹസ്യമായി രാത്രി വരികയാണ്. വി.എ. തോമസ് എന്ന് പറയുന്ന ഒരു വലിയ ദൈവമനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, രാത്രിയെങ്കിലും വന്നല്ലോ, ചിലർ ഒളിച്ചും പാത്തുമേ വരും. ഇതാണ് നിക്കോദിമോസ്. നേരെ വന്നാൽ സമൂഹത്തിലെ മാന്യതകൾ നഷ്ടപ്പെടും. എന്നാൽ കാര്യം അറിയാതാനും എന്നാൽ നേരെ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരും ആവശ്യമുള്ള വ്യക്തികളാണ്. ഇങ്ങനെയുള്ളവരും ദൈവത്തിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. ചില സമയങ്ങളിൽ എല്ലായ്പ്പോഴും കൂടെയുള്ളവരെക്കാൾ പ്രയോജനപ്പെടുന്നത് നിക്കോദിമോസ് പോലെയുള്ള ചിലരായിരിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാർ കൂടെയുള്ളവരെല്ലാം വിട്ട് അനുഗമിച്ചവർ ഒരു ദിവസം യേശുവിനെ വിട്ട് ഓടിയപ്പോൾ, ഗദസമന തോട്ടത്തിൽ വെച്ച് യേശുവിനെ വിട്ട് ഓടി, യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ
യേശുവിൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ജോസഫും, മന്ത്രിയായ ജോസഫും ഈ നിക്കോദിമോസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ളവരുടെ ആവശ്യങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെന്ന് പറയുന്ന പലരേക്കാൾ ചില സമയങ്ങളിൽ വല്ല കാലത്തൊക്കെ നമ്മൾ കാണുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരും വളരെ മൂല്യമേറിയവരാണ്. എപ്പോഴും കർത്താവിൻ്റെ ശിഷ്യനായി എല്ലാ ദിനവും കൂടെ നടക്കുന്നവരുണ്ട്. ചില സമയങ്ങളിൽ അവരും ഉപകരിക്കണമെന്നില്ല. കർത്താവിൻ്റെ ശരീരത്തിൽ പൂശുവാൻ വലിയ സുഗന്ധദ്രവ്യവുമായിട്ട് വന്നത് നിക്കോദിമോസാണ്. ഇങ്ങനെയുള്ളവരും വളരെ വിലപിടിപ്പുള്ളവരാണ്. അതുകൊണ്ട് ഒരു കൂട്ടായ്മയിൽ വരുന്ന എല്ലാവർക്കും മൂല്യമുണ്ട്. ജോസഫ് അങ്ങനെ ഒരു മീറ്റിങ്ങിന് വന്ന പരിചയമില്ല. എന്നാൽ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് ധൈര്യത്തോടെ ആ ബോഡി വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടത് ജോസഫാണ്. വേറെ ആർക്കും അവിടെ ചെല്ലാനുള്ള റൈറ്റ് പോലുമില്ല. എന്നാൽ ജോസഫ് അവിടെ ചെന്ന് യേശുവിൻ്റെ ശരീരം ധൈര്യമായി ചോദിച്ച് ഏറ്റുവാങ്ങി. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ മൂല്യമുള്ളവരാണ്. അതുകൊണ്ട് ആരെയും കുറഞ്ഞതായി കാണരുത്. ചിലപ്പോൾ ചർച്ചിൽ എല്ലാ കാര്യത്തിലും എല്ലാ ആക്ടിവിറ്റിയിലും ഉള്ളവർ ഉണ്ടാകും. അപ്പോൾ തന്നെ ഒരു കാര്യത്തിലും മുമ്പിൽ കാണാത്തവരും ഉണ്ടാകും. എല്ലാവരും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് അംഗീകരിക്കണം. എല്ലാവരും ആവശ്യമാണ്. ഇതുപോലെ തന്നെ ഒരു വീട്ടിൽ എല്ലാ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നവരുണ്ട്, ഒരു കാര്യവും ചെയ്യാത്തവരും ഉണ്ടാകും. ഒരു 2, 3, 4 പേരുള്ള ഒരു വീട്ടിൽ. എന്നാൽ ചില സമയങ്ങളിൽ എല്ലാം ചെയ്യുന്നവരെക്കാൾ വീട്ടിലൊന്നും ചെയ്യാത്തവരാണ് വളരെ പ്രയോജനമുള്ളവരായി തീരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കാരെയും വിധിക്കാനുള്ള അവകാശമില്ല. ഒരു വീട്ടിലുള്ള എല്ലാവരും വിലയേറിയവരാണ്. ഒരു കൂട്ടായ്മയിൽ വരുന്ന എല്ലാവരും വിലയേറിയവരാണ്. ഒരു ഓഫീസിൽ വരുന്ന എല്ലാവരും വിലയേറിയവരാണ്. ചിലർ ഒരുപക്ഷെ നമുക്കൊരു ഉപകാരവും ചെയ്തു കാണില്ല. എന്നാൽ അവരും നാളെ നമുക്ക് പ്രയോജനപ്പെടാം. നാം ഇന്ന് വരെ ആർക്കും ഒരു പ്രയോജനം ഉണ്ടായി കാണില്ല. എന്നാൽ ഒരു സമയം വരുമ്പോൾ നമ്മൾ മാത്രം പ്രയോജനപ്പെടുന്ന ഒരു സമയമുണ്ടാകും. ഇതാണ് നിക്കോദിമോസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു സന്ദേശം. ഒരു സമയമുണ്ട്. ആ സമയത്ത് വളരെയധികം ഫലമുള്ള വ്യക്തിയായി മാറും. നിക്കോദിമോസ് രാത്രിയിലാണ് വന്നത്. വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്, അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളൊന്നും നിന്നിലൂടെ നടക്കില്ല. അതാണ് പറയുന്നത്. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. നിക്കോദിമോസ് ആരാണ്? ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ല. യേശുവിൻ്റെ ഉപദേശത്തോടൊപ്പം അത്ഭുതങ്ങളും തുടരുന്നു. ഇത് അദ്ദേഹത്തെ സ്വാധീനിച്ചു. ദൈവം കൂടെ ഇല്ലെങ്കിൽ അടയാളങ്ങൾ ഇല്ല. അപ്പോൾ അനേകരെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് തന്നെ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ കാണുന്നത്, മർക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്നത് തന്നെ 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു. അടുത്തത്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. കർത്താവ് കൂടെ ഇരിക്കാതെ ഒരിക്കലും ഒരു വലിയ ചലനം നടക്കില്ല. കർത്താവ് കൂടെ വേണം. നമ്മൾ പറയുന്ന വചനങ്ങളെ ഉറപ്പിക്കുന്നത് കർത്താവാണ്. കർത്താവ് പ്രവർത്തിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വാക്കുകളും, ഇതെല്ലാം കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ
നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവേ, ഞാൻ പറയുന്ന വാക്കുകൾ അതുപോലെ പ്രവൃത്തിയായി തീരണം, അത്ഭുതമായി തീരണം എന്ന് ഒരു ദൈവ പൈതൽ പ്രാർത്ഥനയിൽ ഇരുന്നു കൊണ്ട് എഴുന്നേൽക്കണം. ഇതൊരു നിക്കോദിമോസിന്റെ കാര്യം മാത്രമല്ല, യേശു കർത്താവിൻ്റെ കാര്യം മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും അടയാളങ്ങൾ വേണമെന്ന് മർക്കോസിന്റെ സുവിശേഷം 16:16 പറയുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കും. ഇവിടെ എല്ലാം കർത്താവ് പറയുന്നത് വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കണം. നിക്കോദീമോസ് ഒരു ഉപദേഷ്ടാവാണ്, എന്നാൽ അടയാളങ്ങൾ നടക്കുന്നില്ല. എല്ലാ ഉപദേഷ്ടകന്മാരുടെ കൂടെ ദൈവമില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ഉപദേശത്തിന്റെ കൂടെ മാത്രമേ ദൈവപ്രവൃത്തി നടക്കൂ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 11:23 പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത് എന്തെന്നാൽ. കർത്താവിൽ നിന്ന് പ്രാപിച്ച ഉപദേശം അത് മറ്റുള്ളവരോട് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം കർത്താവ് ചലിക്കും. നിക്കോദിമോസ് അക്ഷരം പ്രസംഗിക്കുന്ന ആളാണ്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ചിലർ സുവിശേഷം പറഞ്ഞാൽ ആ സുവിശേഷം പറഞ്ഞവരോട് കേട്ടവർ പറയും, മേലാൽ ഈ കോമ്പൗണ്ടിൽ കാലുകുത്തരുത്, അല്ലെങ്കിൽ ഇനി മേലാൽ ഈ സുവിശേഷം പറയരുത്. കാരണം അത് ഒരു അക്ഷരമാണ് പറഞ്ഞത്. അതോടുകൂടി അവരുടെ വഴി തന്നെ അടഞ്ഞുപോയി, സുവിശേഷത്തിൻ്റെ വാതിലെ അടഞ്ഞുപോയി. വെറുതെ ഉള്ളിൽ വരുന്ന കുറെ വാക്യം പറയുന്നതല്ല സുവിശേഷം. സുവിശേഷത്തിനകത്ത് ജീവനുണ്ട്, അതിനകത്ത് ബന്ധനങ്ങൾ വിടുവിക്കാനുള്ള ശക്തിയുണ്ട്. അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വേണം നാം സുവിശേഷം പ്രാപിക്കുവാൻ. അതാണ് 1 കൊരിന്ത്യർ 11:23. ഇരുന്ന് സുവിശേഷം പ്രാപിക്കണം. ആ സുവിശേഷത്തിൻ്റെ ഒപ്പം ദൈവശക്തിയും കൂടി ചലിക്കും. നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പ്രവൃത്തിയായിട്ട് മാറും. പറയുന്ന കാര്യം അപ്പോൾ തന്നെ അവിടെ വ്യാപരിക്കും. ശമൂവേൽ എന്ന പ്രവാചകൻ ശൗലിനോട് കുറെ അടയാളങ്ങൾ പറഞ്ഞു. 1 ശമൂവേൽ 10-ാം അധ്യായം അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ ഈ അടയാളങ്ങളെല്ലാം ശൗലിന് അന്ന് തന്നെ സംഭവിച്ചു എന്ന്. ശമൂവേൽ പറഞ്ഞ ഓരോ അടയാളങ്ങളും അന്ന് തന്നെ സംഭവിച്ചു. അടയാളങ്ങൾ സംഭവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പറയുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ യേശുവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നാം ദൈവവചനം ധ്യാനിക്കണം. യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കാതെ ദൈവവചനം വായിക്കാം. വേറെ ലോകചിന്തകളോടെ സാധാരണ പുസ്തകം വായിക്കുന്ന പോലെ. എന്നാൽ ബൈബിളിൽ വായിക്കുന്നു, അവർ തൃക്കാൽക്കൽ ഇരുന്നു തിരുവെഴുത്തുകളെ പ്രാപിച്ചു. നാം പ്രാപിക്കണം. പഠിക്കുന്നതും പ്രാപിക്കുന്നതും രണ്ടും രണ്ടാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കണം. അതൊരു വലിയ ദൈവപ്രവൃത്തിയാണ്. പ്രാർത്ഥനയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ചില ഭാഗങ്ങൾ വായിക്കാൻ ദൈവം നമ്മളോട് ഇടപെടും. ആ ഭാഗങ്ങൾ നമ്മോടുള്ള ദൈവത്തിൻ്റെ ദൂതുകളാണ്. ആ വചനം പ്രാപിച്ചു വേണം നാം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ. നാം പഠിച്ചതും പ്രാപിച്ചതും രണ്ടാണ്. പഠിച്ചതിൻ്റെ ഒപ്പം കർത്താവിൻ്റെ കൈ ഉണ്ടാകത്തില്ല. എന്നാൽ പ്രാപിച്ചതിൻ്റെ ഒപ്പം ദൈവശക്തി കൂടി വ്യാപരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് വേണം നമ്മളത് ചെയ്യുവാൻ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ച അഹരോന്റെ വടി തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചു. അതുപോലെ തന്നെ ഓബേദേദോമിൻ്റെ വീട്ടിൽ ഈ സാന്നിധ്യം ഇരുന്നപ്പോൾ അവനും അവനുള്ളതിനൊക്കെയും ദൈവം വലിയ അഭിവൃദ്ധി കൽപ്പിച്ചു. രാജ്യമറിഞ്ഞു, രാജാവറിഞ്ഞു. ഇതുപോലെയുള്ള സമൃദ്ധി ഈ ഓബേദേദോമിൻ്റെ വീട്ടിൽ വന്നു. സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോഴാണ്
വലിയ ദൈവപ്രവൃത്തികൾ നടക്കുന്നത്. അതുകൊണ്ട് അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. നിക്കോദിമോസ് അക്ഷരത്തിൻ്റെ ഉപദേഷ്ടാവും യേശു കർത്താവ് ആത്മാവിൻ്റെ ഉപദേഷ്ടാവുമാണ്. അതുകൊണ്ട് നിക്കോദിമോസ് തന്നെ പറയുന്ന കാര്യമാണ്. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ഞങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവല്ല, ഞങ്ങൾ ഉപദേഷ്ടാക്കന്മാരാണ്. എന്നാൽ യാതൊരു റിസൾട്ടുമില്ല. ഞങ്ങളുടെ ഉപദേശത്തിൽ ആരും ചലിക്കപ്പെടുന്നില്ല, ആർക്കും രൂപാന്തരമില്ല, ആരും ഇറങ്ങിത്തിരിക്കുന്നില്ല, ആർക്കും ഒരു ചലനമില്ല. എന്നാൽ നിന്റെ ഉപദേശത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ജനങ്ങൾ മനം തിരിയുന്നു. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നമുക്ക് യോനയെ കാണാം. അവൻ ദൈവ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് തർശീശിലേക്ക് പോയെന്നാണ്. ദൈവ സന്നിധിയിൽ ഇരുന്നവനാണ്. അവന്റെ അടുക്കൽ എന്തുണ്ട്? അരുളപ്പാടുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പ്രാപിച്ച ഒരു അരുളപ്പാടുള്ള യോന ഏത് വഴിക്ക് പോയാലും ദൈവം വിടില്ല. പഠിച്ചവൻ ഏത് വഴിക്ക് പോയാലും ദൈവത്തിന് വിഷയമില്ല. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ ഇരുന്ന് പ്രാപിച്ച ഒരാൾ മറ്റൊരു വഴിയിലോട്ട് തിരിഞ്ഞാൽ ദൈവം വിടില്ല. നിനവയ്ക്ക് വേണ്ട അരുളപ്പാടുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചത് യോനയാണ്. യോന ചെന്നാലേ ആ രാജ്യത്തിന് വിടുതലുള്ളൂ. ദൈവം അവനെ വളഞ്ഞിട്ട് പിടിക്കുകയാണ്. ഒരു മത്സ്യത്തിന്റെ വയറ്റിലാക്കി വീണ്ടും നിനവയുടെ കരയിൽ കൊണ്ടുപോയി. വീണ്ടും അവൻ നിനവയിൽ ചെന്ന് അവൻ 3-4 വാക്ക് പറഞ്ഞേ ഉള്ളൂ. 1,20,000 ചില്ലുവാനുമുള്ള ജനങ്ങളുള്ള, വളരെയധികം മൃഗങ്ങളുള്ള ആ രാജ്യം ഒരാൾക്ക് പോലും കേടുപറ്റാതെ രക്ഷപ്പെടാൻ കാരണമായത്, വലിയ മരണം മാറിപ്പോയത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച യോനയുടെ വായിലൂടെ വന്ന വാക്കുകളിലൂടെയാണ്. അതുകൊണ്ട് ഈ പുതിയ മാസം തുടങ്ങുന്ന ഈ ആദ്യ ദിവസം, ഈ വർഷത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതുമായി ഓരോ ദിവസവും നമുക്ക് എഴുന്നേൽക്കാം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അടുക്കളയിലേക്ക് പോകാം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജോലിക്ക് പോകാം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാനായിട്ട് പുറപ്പെടാം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഉപദേശം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാട്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു സ്വപ്നം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ആലോചന ഉണ്ടെങ്കിൽ ആലോചനയുടെ ഒപ്പം ദൈവശക്തിയും അതിൻ്റെ ഒപ്പം ചലിക്കാനിടയാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇവിടെ നിക്കോദിമോസ് പറയുകയാണ്, റബി, ഗുരു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറ. നീ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു ചലനമുണ്ട്, അതിനകത്തൊരു കുലുക്കമുണ്ട്, അതിനകത്തൊരു ജീവനുണ്ട്, അതിനകത്തൊരു സമൃദ്ധിയുണ്ട്. കാരണം നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരുന്നു. ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഗബ്രിയേൽ പറഞ്ഞില്ലേ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. തക്ക സമയത്ത് നിറവേറാനുള്ള ആലോചന എൻ്റെ വായിലുണ്ട്. മറിയോട് അതേ ഗബ്രിയേൽ പറഞ്ഞു, ദൈവത്തിന് സകലതും സാധ്യമാണ്. മച്ചി എന്ന് പറഞ്ഞ എലിസബത്തിന് ഇപ്പോൾ 6ാം മാസമായി. ഗബ്രിയേൽ സാക്ഷ്യം പറയുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് റിസൾട്ടുകൾ കാണാൻ കഴിയും. ഈ 2ാം പകുതി, ഈ വർഷത്തിൻ്റെ 2ാം പകുതി നിങ്ങൾ ബുദ്ധിപരമായി ചുവട് വെക്കാതെ ദൈവത്തിൻ്റെ അടുക്കലിരിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ ആരാധിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവ സാന്നിധ്യത്തിലിരുന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുക. എഴുന്നേൽക്കുന്നത് വ്യത്യസ്തരായിട്ടായിരിക്കും. എഴുന്നേൽക്കുന്നത് ഇന്നുവരെയും ലോകം കാണാത്ത ഒരു വ്യക്തിയായിട്ടായിരിക്കും.
കർത്താവ് ഈ രണ്ടാം പകുതി മുതൽ നിങ്ങളെ അങ്ങനെ ആക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങൾ കേട്ട് ഓരോ വ്യക്തികൾക്കും അസാധാരണമായ മാറ്റങ്ങൾ, ചലനങ്ങൾ, ഊർജമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനമുണ്ടാകട്ടെ, വലിയ ദൈവപ്രവർത്തികൾ അവർ കാണട്ടെ. സ്കൂൾ തുറന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അസാധാരണമായ മികവും കഴിവും കൃപയും ഉണ്ടാകട്ടെ. ഈ സീസണിൽ, മഴയുടെ ഈ സീസണിൽ കേരളത്തിൽ ആയിരിക്കുന്നവർക്ക് പ്രത്യേക വിടുതലുകൾ കൽപ്പിച്ചാക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വീണ്ടും കാണും വരെ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.